പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് സാക്ഷ്യം വഹിക്കുവാനും യേശുവിന്റെ പീഡാനുഭവ സഹന മരണോത്ഥാനത്തിൽ പങ്കുചേർന്ന് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് ഞങ്ങളുടെ ജീവിതം നയിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ പത്രോസ് യേശുവിനെ ഗുരുവിനെ നിഷേധിക്കുന്ന ഭാഗത്തെ കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. പത്രോസ് ഗുരുവിനെ നിഷേധിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ യേശു പറയുന്നുണ്ട്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇടർച്ചയുണ്ടാകും, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗം സംഖ്യയുടെ പുസ്തകത്തിലെ 13-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. യേശുവിന്റെയും മറ്റ് ശിഷ്യന്മാരുടെയും പലായനമാണ് ഇവിടെ സക്രിയ പ്രവചിച്ചിരിക്കുന്നത്. ആടുകൾ ഇടയനെ വിട്ട് എന്നേക്കുമായി മാറിപ്പോകുമെന്നല്ല സക്രിയ ഉദ്ദേശിക്കുന്നത്. ഇടയൻ ആക്രമിക്കപ്പെട്ടത് കൊണ്ട് ഭയചകിതരായി ആടുകൾ ഓടിപ്പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ സക്രിയ സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് യേശുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. യേശുവിനെ പിടിച്ചപ്പോൾ ശിഷ്യന്മാര് അവനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ പിന്നീട് അവർ അവന്റെ ചുറ്റും ഒരുമിച്ച് കൂടുകയും ചെയ്തു. ഇടയൻ ആടുകൾക്ക് മുൻപേ പോകുന്നത് പോലെ താൻ അവരെ ഗലീലയിലേക്ക് നയിക്കുമെന്ന് യേശു തന്നെ അവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശിഷ്യന്മാര് യേശുവിനെ വിട്ട് യേശുവിന്റെ അവസ്ഥയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചിന്ത വരെയാണ്, ഇതാണോ തങ്ങൾ ഉദ്ദേശിച്ച ഗുരു എന്നുള്ളത്. ആ ഭയത്തിലാണ് അവർ വിട്ടുപോയത്. പിന്നീട് നമുക്ക് കാണാം, ഈശോ അവരെ വീണ്ടും ഒരുമിച്ച് കൂട്ടി അവർ ഗലീലയിലേക്ക് ഈശോ അവരെ കൊണ്ടുപോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 14:29-30 പത്രോസ് പറയാണ്, യേശുവിനെ ഉപേക്ഷിക്കാനുള്ള സാധ്യത പത്രോസിന് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. യേശു ഇങ്ങനെ പത്രോസിനോട് പറഞ്ഞു. അപ്പൊ പത്രോസ് പറയാണ്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറയുകയാണ്. അപ്പൊ യേശു പത്രോസിനോട്, അങ്ങനെയല്ല, നീയും എന്നെ തള്ളിപ്പറയുമെന്ന് പറയാണ്. എല്ലാവരും യേശുവിനെ ഉപേക്ഷിച്ചാലും താൻ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്ന് യേശുവിനോട് വിശ്വസ്ത പുലർത്തുമെന്നും പത്രോസ് പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി പത്രോസ് 3 പ്രാവശ്യം തന്നെ നിഷേധിച്ചു പറയുമെന്ന് യേശു പ്രവചിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ആർക്കും വീമ്പ് പറയാനില്ല. യേശുവിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ പത്രോസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രോസ് യേശുവിനെ നിഷേധിക്കുന്ന കാര്യം ഉറപ്പാണെന്ന് മാത്രമല്ല, ഉടനടി ഉണ്ടാകുമെന്നും യേശു വ്യക്തമാക്കുന്നു. അതായത് ഈ രാത്രിയിൽ തന്നെ ഉണ്ടാകുമെന്ന്. ഇത്ര മാത്രം ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഈ രാത്രിയിൽ തന്നെ നീ പരാജയപ്പെടും. അപ്പോ ഈ വിശ്വാസം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനമാണ്. ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് പത്രോസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. 14:31 നമ്മൾ കാണുന്നു, യേശുവിന്റെ മുന്നറിയിപ്പ് പത്രോസിനെ തന്റെ ബലഹീനതയെ കുറിച്ച് അവബോധമുള്ളവനാക്കേണ്ടതായിരുന്നു. എങ്കിൽ അതിനുവേണ്ട ശക്തി തരണമെന്ന് പത്രോസ് പ്രാർത്ഥിക്കായിരുന്നു. എന്നാൽ യേശു പറഞ്ഞത് തെറ്റാണെന്ന് താൻ തന്റെ മരണം കൊണ്ട് തെളിയിക്കുമെന്ന പ്രഖ്യാപനമാണ് പത്രോസ് നടത്തുന്നത്. താൻ എത്ര ബലഹീനനാണെന്ന് ഇവിടെ പത്രോസ് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് പരാജയത്തിലൂടെ അവനൊരു പാഠം പഠിക്കേണ്ടി വന്നു. അപ്പൊ നമ്മളും ചിലപ്പോഴും ദൈവം തരുന്ന കൃപകള് നമ്മൾ മനസ്സിലാക്കാതെ അത് നമ്മുടെ കഴിവുകൊണ്ടെന്ന് ചിന്തിക്കുമ്പോൾ യേശു തന്നെ നമ്മളെ പഠിപ്പിക്കും, നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ കൃപ കൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത്. യേശു നൽകിയ മുന്നറിയിപ്പ് അവഗണിക്കുന്ന കാര്യത്തില് പത്രോസ് മറ്റു ശിഷ്യന്മാർക്ക് ദുർമാതൃകയായി. പത്രോസിനതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു, പക്ഷെ അവിടെ അത് കാണിച്ചില്ല. യേശുവിനോടുള്ള നമ്മുടെ വിശ്വസ്തത വെല്ലുവിളികൾ നേരിടുമ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധിയിലും ആത്മാർത്ഥതയിലും പ്രതിബദ്ധതയിലും ആശ്രയിക്കുന്നതിന് പകരം കുറവുകളെ സദാ പരിഹരിക്കുന്നവനും ആവശ്യമായ കൃപ തക്ക സമയത്ത് നൽകുന്നവരുമായ ദൈവത്തിനാണ് നാം ആശ്രയിക്കേണ്ടതെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ ഇതിലൂടെ നമ്മൾക്ക് കാണിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ എന്റെ കഴിവുകളും മിടുക്കുകളിലും ഒന്നല്ല ഞാൻ ആശ്രയിക്കേണ്ടത്, മറിച്ച് ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കേണ്ടതെന്ന് പത്രോസിന്റെ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്.
പാവം പത്രോസ് സത്യത്തില് ഇങ്ങനെ എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെയും ആള് വിചാരിച്ചു തനിക്കത് സംഭവിക്കുകയില്ലെന്ന്. അപ്പൊ നമ്മളൊക്കെ ഒരു ഫ്രജൈൽ ആളുകളാണ്. എപ്പോ വേണമെങ്കിൽ നമുക്ക് വീഴ്ച സംഭവിക്കാം. ദൈവത്തിന്റെ കൃപയോട് നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തതായിട്ട് യേശു ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവപുത്രനായിട്ട് പോലും, ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ വന്നവനായിട്ട് പോലും, ഈ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് യേശു ഈ വേദന കണ്ടു കഴിഞ്ഞപ്പോൾ, താൻ തന്നെ ഇത്രയ്ക്കും പീഡ സഹിക്കേണ്ടി വരും മനസ്സിലായപ്പോൾ യേശു ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു പോട്ടെ എന്ന്. എന്നാലും യേശു പറയുന്നുണ്ട്, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതമാണ് നിറവേറ്റേണ്ടതെന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും വേദനകളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും നമ്മൾ നല്ലൊരു ആത്മവിശ്വാസത്തോടുകൂടി ഫ്രീഡത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പക്ഷെ അവസാനം നമ്മുടെ മനസ്സിലും ഉണ്ടായിരിക്കണം, ഹൃദയത്തിലും ഉണ്ടായിരിക്കണം, ദൈവമേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന്. ഈശോയുടെ മനുഷ്യത്വത്തിന്റെ നിസ്സഹായത നമ്മോട് വ്യക്തമായി കാണുന്നു. തന്റെ കഷ്ടതകളിലൂടെ ഭയലേശമന്യെ കടന്നു പോകുന്ന ഒരു വീരപുരുഷനായിട്ടല്ല, മരണത്തോളം ദുഃഖിതനായ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് യേശുവിനെ നമ്മളിവിടെ കാണുന്നത്. ആ വേദന ഒരു മനുഷ്യൻ ഏറ്റെടുക്കുന്ന പോലെ തന്നെ യേശുവും ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഗത്സെമനി എന്ന വാക്കിന്റെ അർത്ഥം എണ്ണച്ചക്ക എന്നാണ്. ഒലിവ് മലയിൽ ഒരു ചെറിയ തോട്ടമാണ് അവിടെ. അതിന്റെ പ്രവേശന കവാടത്ത് തന്റെ ശിഷ്യന്മാരുമായിട്ട് യേശു അവിടെ ഇരിക്കുകയാണ്. പത്രോസ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി. മൂവരും തന്റെ മഹത്വം മുൻപ് രൂപാന്തരീകരണ വേളയിൽ കണ്ട ശിഷ്യരാണ്. ഇപ്പോൾ തന്റെ വേദനകൾക്ക് സാക്ഷ്യം വഹിക്കുവാനും തനിക്ക് സമാശ്വാസമേകുവാനും യേശു അവരെ കൂടെ കൊണ്ടുപോയി. യേശു മുൻപും പലതവണ പ്രാർത്ഥിക്കാൻ പോയിട്ടുള്ള സ്ഥലമാണ് ഗത്സമനി. എന്നിട്ട് യേശു അവിടെ നമ്മൾ വായിക്കുന്നു, പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അതായത് ഒരു ഭയവും ഉത്കണ്ഠയും സംശയമെല്ലാം കൂടി ചേർന്ന ഒരു തീവ്ര വികാരമാണ് ഇവിടെ കാണുന്നത്. വരാനിരിക്കുന്നവയെ കുറിച്ചുള്ള മുന്നറിവ് ആസന്നമായ മരണത്തിന് മുന്നിലുള്ള യേശുവിന്റെ വൈകാരിക വിഷമതകളെ ഇല്ലാതാക്കിയില്ല, തീക്ഷ്ണമാക്കുകയാണ് ചെയ്തത്. അപ്പോ ഈ മരണം മുന്നിൽ കാണുമ്പോൾ യേശുവിനുണ്ടാകുന്ന ഒരു വേദന ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 14:35-36 നമ്മള് വായിക്കുന്നു, അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റി തരണമേ, എന്നാൽ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം. ഇവിടെ ഈ മണിക്കൂർ യേശുവിന്റെ മരണത്തിന്റെ മണിക്കൂറാണ്. സാധ്യമെങ്കിൽ എന്നത് ദൈവത്തിന് കഴിയുമെങ്കിൽ എന്ന അർത്ഥമല്ല, ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ അത് ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് എടുത്തു മാറ്റി തരണമെന്ന്. തന്റെ മരണം കൂടാതെ മനുഷ്യരക്ഷാകർമ്മം സാധിക്കാൻ ദൈവം മനസ്സാകുന്നെങ്കിൽ എന്നാണ് അതിനർത്ഥം. ഇവിടെ നമ്മൾ കാണുന്നത് തന്റെ ശിഷ്യന്മാർ തന്നിൽ ചിതറിപ്പോകുന്നതും അവരൊക്കെ ഒറ്റപ്പെട്ടും തള്ളിപ്പറയപ്പെട്ടും അവരാലും ഒറ്റപ്പെട്ട് തള്ളിപ്പറയപ്പെട്ടും ശത്രുക്കളാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടും താൻ മരിക്കുന്നതുമായ രംഗങ്ങളെ കുറിച്ചുള്ള അറിവ് തന്നെ ജീവനെടുക്കാൻ മാത്രം ശക്തമാണ്. അപ്പൊ ഇങ്ങനെ ഒരു വേദന മറുവശത്ത് ശിഷ്യന്മാർ ഇടറിപ്പോകുന്നു, അവർ തന്നെ തള്ളിപ്പറയുന്നു, അവരെല്ലാം തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയെല്ലാം ഇവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കും. ഇത്തരം ഒരു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ കാണാം, യഹൂദർ ദൈവത്തെ ആബ എന്ന് വിളിക്കുകയില്ലായിരുന്നു. അത്രയും അടുപ്പത്തോടെ ദൈവനാമം കൈകാര്യം ചെയ്യുന്നത് ഒരു ബഹുമാനക്കുറവായിട്ടാണ് അവർ എപ്പോഴും മനസ്സിലാക്കിയിരുന്നത്. ദൈവത്തിന്റെ സ്വഭാവത്തിന് നിരക്കുന്ന എല്ലാം ദൈവത്തിന് സാധ്യം തന്നെയെന്ന വിശ്വാസം ഇവിടെ യേശു പറയാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, യേശു ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുകയാണ്. അബ്ബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റി തരണമേ, എങ്കിലും എന്റെ ഹിതമല്ല ദൈവത്തിന്റെ ഹിതം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ വേദനകളും ദുഃഖങ്ങളും വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നല്ല ഫ്രീഡത്തോടുകൂടി ദൈവത്തോട് പറയാം, ദൈവമേ ഇത് എന്നിൽ നിന്ന് മാറ്റി തരണം, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതമാണ് നിറവേറ്റേണ്ടത്. ദൈവത്തിന്റെ സ്വഭാവത്തിന് നിറക്കുന്ന എല്ലാം ദൈവത്തിന് സാധ്യം തന്നെയെന്ന വിശ്വാസം യേശുവിടെ പ്രഖ്യാപിക്കുകയാണ്. പീഡാസഹനവും മരണവുമാണ് പാനപാത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും യേശു പറയാണ്, എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രാർത്ഥന ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യേശുവിന്റെ ജീവിതം മുഴുവൻ പിതാവിന്റെ ഇഷ്ടാനുഷ്ഠാനങ്ങളെ നിർവഹണമായിരുന്നു. യേശുവിന്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയായി
അവിടുന്ന് ദൈവേഷ്ടത്തിന് തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. യേശുവിന്റെ പീഡാസഹനവും മരണവും ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നും അത് ഏറ്റെടുക്കാൻ യേശു സന്നദ്ധനായിരുന്നുവെന്നും യേശുവിന്റെ പ്രാർത്ഥന ഇവിടെ വ്യക്തമാക്കണം. അപ്പോ ഇതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഈ പീഡാസഹനവും മരണവും ഏറ്റെടുക്കാനായിട്ട് യേശു സന്നദ്ധനാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ ഹിതമല്ല ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്ന് ഇവിടെ യേശു വ്യക്തമായിട്ട് പറയുന്നത്. ആബാ പിതാവ് എന്ന വിളിയും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം എന്ന പ്രാർത്ഥനയും യേശുവിന്റെ ഗത്സെമനയിലെ പ്രാർത്ഥനയിലും കർത്തൃ പ്രാർത്ഥനയിലും പൊതുവായിട്ടുള്ള ഘടകങ്ങളാണ്. അങ്ങയുടെ നാമം പൂജ, അങ്ങയുടെ രാജ്യം വരണമേ എന്നൊക്കെ പറയുന്നതിലും ഈ ഒരു സംഭവം തന്നെയാണ് കാണുന്നത്. നമ്മുടെ ഹിതമല്ല പിതാവ് നിന്റെ ഹിതം നിറവേറട്ടെ എന്ന്. പത്രോസിന്റെ ആത്മവിശ്വാസം കലർന്ന പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാകാം യേശു പേരെടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ശിമയോനെ നീയും കിടന്നുറങ്ങുകയാണെന്നുള്ളത്. അപ്പൊ ഇത് കാണിക്കുന്നത് പത്രോസ് പേര് മാറ്റിയെങ്കിലും പത്രോസിന്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ല. ദൈവത്തിന്റെ കൃപ ആവശ്യമാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നിവിടെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. 14:38 കാണുന്നു, പ്രലോഭനങ്ങളിലെ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അതും കർത്തൃ പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉണർന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ അത്യാവശ്യമാണ്. ആത്മാവും ശരീരവും പരസ്പരം പോരടിക്കുന്ന മനുഷ്യരിലെ രണ്ട് വ്യത്യസ്ത ശക്തികളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മനുഷ്യനിലെ ആത്മീയ വശവും മൃഗീയ മാനവുമാണ് അവ പ്രതിനിധാനം ചെയ്യുന്നത്. മരണം വരിച്ചും യേശുവിനോടൊപ്പം നിൽക്കുവാൻ ആത്മാവ് സന്നദ്ധമാണ്. പത്രോസിന്റെ ഉദാഹരണം ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ ശരീരം ബലഹീനമാണ്. അത് സഹനത്തെയും മരണത്തെയും ഭയപ്പെടുന്നു. ശരീരത്തിന്റെ മേൽ ആത്മാവിന് വിജയം വരിക്കണമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ആത്മാവിനെ ശക്തിപ്പെടുത്തണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മള് സഹനത്തെയും മരണത്തെയും ഭയപ്പെടുന്നവരാണ്. എന്നാൽ ഈ ശരീരത്തിന്റെ മേലെ ആത്മാവിന് നമുക്ക് വിജയം വരിക്കണമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ആത്മാവിനെ ശക്തിപ്പെടുത്തണം. 39:40 തന്നോടൊപ്പം ഉണർന്നിരിക്കാനും തനിക്ക് ശക്തി പകരാനും പരാജയപ്പെട്ട ശിഷ്യന്മാരുടെ പക്കൽ നിന്ന് യേശു തന്നെ എന്ന് താങ്ങി നിർത്തുന്നവനായ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു പോവുകയാണ്. ദൈവത്തോട് അവിടുത്തെ മനസ്സ് മാറ്റാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ബൈബിളിന്റെ വീക്ഷണത്തിലെ ബഹുമാനക്കുറവിന്റെ ഒരു സൂചനയല്ല. നമ്മൾ പഴയ നിയമത്തിലായാലും സങ്കീർത്തനങ്ങളെല്ലാം ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറിച്ച് ഇത് ദൈവത്തോടുള്ള ഒരു ആത്മവിശ്വാസമാണ് കാണുന്നത്. മോശ പുറപ്പാടിലെ 32:10-14, അത് ഹെസക്കിയ 2 രാജാക്കന്മാർ 20:1-6 ഇത് പറയുന്നുണ്ട്. ഈ പ്രാർത്ഥന ദൈവത്തിനെതിരായ മറുതലപ്പല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിലും നീതിയിലുമുള്ള ഒരു വിശ്വാസത്തിന്റെ പ്രകടനമാണ്. നമുക്കറിയില്ലേ, ചെറിയ കുട്ടികള് അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അപ്പന്റെ അടുത്തൊക്കെ ഇങ്ങനെ കിണുങ്ങി ഇങ്ങനെ പറയും, അല്ലെങ്കിൽ വിഷമത്തിൽ പറയാം, ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്, അപ്പൊ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അത് ഒരു സ്നേഹവും വിശ്വാസത്തോടെ കാണാനായിട്ട് സാധിക്കുന്നത്. ശിഷ്യന്മാര് മറുപടി പറയാതിരുന്നത് അവരുടെ പ്രവൃത്തിയില് അവർക്ക് തന്നെ ലജ്ജയുണ്ടായത് കൊണ്ടായിരിക്കാം. 14:41-42 നമുക്ക് കാണാനായിട്ട് സാധിക്കും, സമയമായിരിക്കുന്നു, ഇത് മനുഷ്യപുത്രൻ പാപികളുടെ കൈകൾ ഏൽപ്പിക്കുകയും എഴുന്നേൽക്കുകയും നമുക്ക് പോകാം, ഇത് എന്നെ ഒറ്റുകൊടുക്കുന്നവന് അടുത്തെത്തിയിരിക്കുന്നു. വലിയ ആത്മീയ ശക്തിയുണ്ടെന്ന് സ്വയം വിചാരിക്കുന്ന ആത്മീയ പാപ്പരത്വമാണ് പ്രാർത്ഥിക്കാൻ പറ്റാതെ കിടന്നുറങ്ങിയാൽ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ശരിയായിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലിയ ആത്മീയ പാപ്പരത്വം നമുക്ക് സംഭവിക്കും. പ്രാർത്ഥനയിലുള്ള യേശുവിന്റെ സ്ഥിരത ദൈവത്തിലുള്ള അവിടുത്തെ സമ്പൂർണമായ ആശയത്തിന്റെ പ്രകടനമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടാണ് യേശു കുരിശിൽ കിടക്കാനായിട്ട് ഒരുങ്ങിയത്. ഒരു പ്രാർത്ഥനയോടെ കുരിശിൽ അവൻ മരിക്കുകയും ചെയ്തു. എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നത്. അപ്പൊ ഗത്സെമനയിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയത് കൊണ്ടാണ് തന്റെ ശത്രുക്കൾ അടുത്തെത്തിയിട്ടും ഭഗ്നാശനാകാതെ നിൽക്കുവാന് യേശുവിന് സാധിച്ചത്. ഇത് യേശുവിന് പിതാവിലുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ചുറ്റും ഇതുപോലുള്ള ഗത്സെമനി അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകും. തങ്ങളുടെ ഗത്സെമനിയിൽ നമ്മളും നിർത്താതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, രക്തം വിയർക്കുന്നവരുണ്ട്. അപ്പൊ അവരോടൊക്കെ ഉണർന്നിരിക്കാനും അവരുടെ വിഹുലതകളിലേക്ക് ഒരു നോട്ടം അയക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പൊ നമ്മളും യേശു ശിഷ്യന്മാരെ കൊണ്ടുപോയത് അല്പം ആശ്വാസം കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നമ്മുടെ ആശ്വാസം പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കൊരു കൈത്താങ്ങായിരിക്കണം, അവർക്കൊരു ശക്തി കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് കഴിയുന്നുണ്ട്.
നമ്മുടെ സ്നേഹവും ബഹുമാനവും കരുതലും കരുണയും ഒക്കെ കാത്തിരിക്കുന്നവരിലേക്ക് കടന്നു ചെല്ലാനുള്ള ഉണർത്തുമണിയാണ് ഗത്സമനി. അപ്പൊ നമ്മുടെ സ്നേഹം, ബഹുമാനം, കരുതല് മറ്റുള്ളവരിലേക്ക് നമ്മൾ കൊടുക്കണം. ഈ പത്രോസ് തള്ളി പറയുന്നത്. അപ്പൊ ഇവിടെ യേശു ഇത് കഴിഞ്ഞ് യുദാസ് ഒറ്റ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇനി ന്യായാധിപത സംഘത്തിന്റെ മുന്നിൽ കൊണ്ടുപോകുന്ന യേശുവിനെ. അതിനുശേഷം യേശു ഇങ്ങനെ ഒരു വിചാരണ നടത്തി പോകുമ്പോൾ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ് യേശുവിനെ തള്ളി പറയാണ്. യേശുവിന്റെ വിചാരണ മുകളിലെ മുറിയിൽ നടക്കുമ്പോൾ മുറ്റത്ത് പത്രോസ് ആണ് വിചാരണ ചെയ്യപ്പെടുകയാണ്. യേശുവും പത്രോസും തമ്മിലുള്ള അന്തരം മറനീക്കി കാണിക്കുന്ന ഭാഗമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രധാന പുരോഹിതന്റെ മുറ്റത്തുള്ള പത്രോസിന്റെ സാന്നിധ്യം യേശുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. 14:66-67 അവൻ അകലെ യേശുവിനെ അനുഗമിക്കുന്നതിന്റെ യേശുവിന്റെ സ്നേഹത്തിന്റെ അടയാളം തന്നെയാണ്. ദൗർഭാഗ്യവശാല് ആ സ്നേഹത്തിന് ഭയത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രധാന പുരോഹിതന്റെ പരിചാരിക ഒരു പക്ഷേ പത്രോസിനെ യേശുവിനോടൊപ്പം ദേവാലയത്തിൽ വെച്ചോ പട്ടണത്തിൽ വെച്ചിട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എനിക്ക് നിന്നെ പരിചയമുള്ള പോലെ ഈ പരിചാരികയെ ചോദിച്ചത്. അത് കേട്ടതേ പത്രോസ് പേടിച്ചുപോയി. അപ്പൊ പത്രോസ് ഇവിടെ പറയാണ്, ഞാൻ അറിയില്ല എന്ന് പറയും. 14:70-71 പറയുന്നതാണ്. ഇതില് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ചാണ് പത്രോസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പൊ പത്രോസ് പറയും, ഞാൻ യേശുവിനെ അറിയുക പോലും ഇല്ല എന്നാണ് പറയുന്നത്. താൻ പറയുന്നത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ പത്രോസ് ആണയിടുന്നു. താൻ നുണയാണ് പറയുന്നതെങ്കിൽ തന്റെ മേൽ ശാപം അനുഭവിക്കട്ടെ എന്ന് പ്രസ്താവിക്കുകയും ചെയ്യാണ്. ഇത് കഴിഞ്ഞപ്പോൾ 14:72 നമ്മൾ കാണുന്നു, കോഴി 2ാം തവണ കൂവുന്നു. മർക്കോസ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പത്രോസിന് കൊടുത്ത മുന്നറിയിപ്പുകൾ അവൻ അവഗണിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ അയാള് യേശുവിന്റെ വാക്കുകൾ ഓർമ്മിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്തു. അപ്പൊ തങ്ങളെ തന്നെ കുറ്റം വിധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നമ്മൾ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയേ. അപ്പോ ഇതൊക്കെ സംഭവിച്ചിട്ട് ഈ ശിഷ്യന്മാർ തന്നെയാണ് എഴുതി വയ്ക്കുക. തങ്ങൾക്ക് വന്ന പരാജയങ്ങള്, തങ്ങൾ യേശുവിനോട് വിശ്വസ്ത പുലർത്താത്തത്. അപ്പൊ ഇതൊന്നും ആരും എഴുതി വെച്ചില്ലെങ്കിൽ ആരും അറിയാൻ പോണില്ല. അവർക്ക് വേണമെങ്കിൽ ഇതൊന്നും എഴുതാതെ തന്നെ യേശുവിന്റെ സുവിശേഷം എഴുതായിരുന്നു. പക്ഷെ തങ്ങളുടെ ബലഹീനതയും ഈ ലോകത്തിന് മുന്നിൽ തുറന്നു വയ്ക്കാൻ അവർ തയ്യാറായിരുന്നു. തങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആരും ഒരിക്കലും അറിയാനിടവില്ലാതിരുന്ന തങ്ങളുടെ തെറ്റുകൾ അവർ എഴുതി വെച്ചു എന്നത് അവരുടെ സത്യസന്ധതയുടെയും എളിമയുടെയും അടയാളമാണ്. യേശുവിന് അപമാനകരമായ പീഡകളുടെ വിവരണം അവർ നൽകിയിരിക്കുന്നത് അവർ സത്യസന്ധരാണെന്ന് കാണിക്കാനും അതിൽ അവര് ഉന്നത നിലവാരം പുലർത്തിയെന്നതിനും തെളിവാണ്. ഗുരുവായ പത്രോസിന്റെ തെറ്റ് ശിഷ്യനായ മർക്കോസ് മറച്ചു വെച്ചില്ലെന്ന് മാത്രമല്ല അതേക്കുറിച്ച് മറ്റു സുവിശേഷകർ നൽകുന്നതിനേക്കാൾ വിശദമായിട്ടുള്ള ഒരു വിവരണം മർക്കോസോട് നൽകുന്നുണ്ട്. സഭയുടെ തലവനായി നിയമിച്ച പത്രോസിനെ ഒരു വേലക്കാരി പെണ്ണിന്റെ ശബ്ദത്തിന് മുൻപിൽ ഭയന്ന് വിറയ്ക്കാൻ ദൈവം എന്തുകൊണ്ടാണ് അനുവദിച്ചിട്ടുണ്ടാവുക? അല്ലെ, ഇത്രയും വലിയൊരു നേതാവായിട്ട് ദൈവം യേശു നിയമിച്ചു, എന്നിട്ടും ഒരു വേലക്കാരി പെണ്ണിന്റെ മുന്നിൽ അദ്ദേഹം ഭയന്ന് വിറയ്ക്കുകയാണ്. പത്രോസ് ആരാണെന്ന് പത്രോസിന് കാണിച്ചു കൊടുത്ത ശേഷമാണ് മറ്റുള്ളവരുടെ മേലെ അധികാരിയായിട്ട് ദൈവം അവനെ നിയമിക്കുന്നത്. അതായത് താൻ വളരെ ബലഹീനനായ ഒരു മനുഷ്യനാണെന്ന് ദൈവം തന്നെ പത്രോസിന് കാണിച്ചു കൊടുക്കുകയാണ്. മറ്റുള്ളവരുടെ ബലഹീനതയോട് എങ്ങനെ കരുണ കാണിക്കണമെന്ന് സ്വന്തം ബലഹീനതയിൽ നിന്ന് പത്രോസ് പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം പടയാളികളുടെ ഒരു പരിഹാസമാണ്. 15, 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളില് സെൻഹദ്രയിലെ വിചാരണ അവസാനിക്കുന്നത് പോലെ തന്നെ പിലാത്തോസിന്റെ വിചാരണയും പടയാളികളുടെ പരിഹാസത്തോടെയാണ് അവസാനിക്കുന്നത്. വിജാതീയരാൽ താൻ അപമാനിക്കപ്പെടുമെന്ന് യേശുവിടെ പ്രവചിക്കുകയാണ്. അതിലെ ഒരു വസ്ത്രത്തിന്റെ നിറം പറയുന്നുണ്ട്, ചുമപ്പ് വസ്ത്രം. അതൊരു രാജകീയ വസ്ത്രത്തിന്റെ നിറമാണ് ചുമപ്പ്. തിളങ്ങുന്ന ചുവപ്പ് മുതൽ കടുനീല വരെയുള്ള നിറങ്ങളെ സൂചിപ്പിക്കുന്നു. ചുവപ്പ് വസ്ത്രവും മുൾക്കിരീടവും അണിയിക്കുന്നത് യേശുവിന്റെ രാജ്യത്വത്തെ പുച്ഛിക്കുന്നതിനും കളിയാക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ മറുവശത്ത് അത് സത്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അറിയാതെയെങ്കിലും പടയാളികൾ യേശുവിനെ മുൾക്കിരീടം ധരിപ്പിക്കുന്നത് അർത്ഥഗർഭമാണ്. മനുഷ്യപാപത്തിന്റെ ദൈവശിക്ഷയെ മുള്ളും മുൾച്ചെടികളും യേശു തന്റെ മേലെ ഏറ്റെടുക്കുകയാണ്. സീസറെ സ്വസ്തി എന്ന് അനുകരിച്ചാണ് യൂതന്മാരുടെ രാജാവെ സ്വസ്തി എന്ന് ആക്ഷേപിക്കുന്നത്. പക്ഷെ അത് സത്യമായിരുന്നു. യേശുവിന് മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് ബഹുമാനിക്കുന്നത് പോലെ അഭിനയിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും തുപ്പിക്കൊണ്ട് നീചമായി നിന്ദിക്കുകയും ചെയ്യുന്ന ക്രൂര വിനോദമാണ് പടയാളികൾ നടത്തിയത്. യഹൂദ രാജാവ് എന്നതിന്റെ പേരിലായിരുന്നു ഈ അപമാനങ്ങളൊക്കെയും.
അപമാനിക്കാനായി യേശുവിനെ രാജാവായ ഒരു വേഷം കെട്ടിക്കുകയാണ് ശരിക്കും സത്യത്തിൽ ചെയ്തത്. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ രാജാവാണെന്ന കാര്യം അറിയാതെ അവർ ചെയ്തു. തങ്ങൾ പോലും ഗ്രഹിക്കാത്ത ഒരു സത്യം, യേശു രാജാവാണെന്ന സത്യം തങ്ങളുടെ പ്രവൃത്തിയിലൂടെ അവർ പ്രഘോഷിക്കുകയാണ്. അപ്പൊ നമ്മളും ചിലപ്പോൾ അറിയാതെയെങ്കിലും യേശുവിന് സാക്ഷ്യം വഹിക്കും, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ യേശു നമ്മളെ അനുവദിക്കും. 15:11-20 കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെ സാധാരണ വഴി നീള അവര് ചാട്ടവാറടിക്കും. എന്നാൽ യേശുവിന് ഇതിനോട് അനുബന്ധിച്ച് അവർ ചാട്ടവാറടിക്ക് വിധേയനാക്കിയെങ്കിലും ഇനിയും അടിയേൽക്കാൻ യേശുവിന് കരുത്തുണ്ടാകില്ലെന്ന് പടയാളികൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും യേശുവിനെ അവർ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് തന്നെയാണ് കുരിശ് തറയ്ക്കാനായിട്ട് കൊണ്ടുപോയത്. ഇനി അടുത്തതിൽ നമ്മൾ കാണുന്നത് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന ഭാഗമാണ്. 15:21-32 വിശദീകരണങ്ങളില്ലാതെയും യേശുവിന്റെ ശാരീരികമായ വേദനകളുടെ വർണ്ണനകൾ കൂടാതെയും വളരെ ചുരുങ്ങിയ വാക്കുകളിലെ ലളിതമായിട്ടാണ് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന സംഭവം മർക്കോസ് രേഖപ്പെടുത്തുന്നത്. യേശുവിന്റെ ശത്രുക്കൾ പ്രദർശിപ്പിച്ച വിദ്വേഷ പ്രകടനങ്ങള് സുവിശേഷത്തിൽ കാണാമെങ്കിലും യേശുവിന്റെ മരണം പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്ന ആശയത്തിലാണ് സുവിശേഷം കൂടുതൽ ഊന്നൽ നൽകിയത്. 15:23 നമ്മൾ കാണുന്നു, മീറ കലർത്തിയ വീഞ്ഞ് അവർ കൊണ്ടുവന്നു കൊടുത്തു, അവൻ അത് കുടിച്ചില്ല എന്നുള്ളത്. അതായത് ഈ മീറ കലർത്തിയ വീഞ്ഞ് യേശുവിന്റെ വേദന കുറയ്ക്കാൻ വേണ്ടി നൽകിയതായിരിക്കാം. സുഭാഷിതത്തിൽ അതൊരു വ്യാഖ്യാനമുണ്ട് 31:6-7. എന്നാല് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള വേദനകൾ പൂർണ്ണ ബോധത്തോടെ സഹിക്കാൻ യേശു നിശ്ചയിച്ചിരുന്നതിനാൽ യേശു അത് കുടിച്ചില്ല. കുരിശിൽ മയങ്ങിക്കിടന്നുകൊണ്ടല്ല അവൻ മനുഷ്യരക്ഷ സാധിച്ചത്, മറിച്ച് വേദനകൾ ഏറ്റുകൊണ്ട് തന്നെയാണ്. 15:27-28 നാം കാണുന്നു, യേശുവിന്റെ ഇടത്തും വലത്തും കുരിശിൽ തറയ്ക്കപ്പെട്ട 2 കവർച്ചക്കാർ ഒരു പക്ഷെ ബറാബാസിനെ പോലെ വിപ്ലവകാരികളായിരുന്നിരിക്കാം. അപ്പൊ അവരുടെ ഒരു നടുവിലാണ് യേശുവിനെ കുരിശിൽ തറച്ചത്. യേശുവിനെ ഒരു കടുത്ത കുറ്റവാളിയായിട്ട് അവതരിപ്പിക്കാനായിരിക്കാം. എല്ലാവരും ഒന്നടങ്കം യേശുവിനോട് ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ്, കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ. മർക്കോസിന്റെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ ഇത് കാണാനായിട്ട് സാധിക്കും. കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചിലപ്പോൾ നിർബന്ധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയും അടുത്ത സുഹൃത്തുക്കൾ തന്നെയും ആകാം. അതിന് അവർ പറയുന്ന കാര്യങ്ങളും ന്യായങ്ങളും ഉണ്ട്. ചിലപ്പോഴേക്കും നമ്മളും യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ അല്ലെങ്കിൽ വേദനയുടെ കടന്നു പോകുമ്പോൾ അവർ പറയും, അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നു സാധാരണ ആൾക്കാരെ പോലെ ജീവിക്കാനായിട്ട്. പല ന്യായങ്ങളും അവർ ഉന്നയിക്കാം. ഒരിക്കലും നന്നാവാത്ത ഭർത്താവുമായുള്ള വിവാഹ ബന്ധത്തെ ആ ബന്ധമാകുന്ന കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുന്നവരുണ്ടായിരിക്കും. വൃദ്ധരും തീരാരോഗ്യങ്ങളും അസംതൃപ്തരുമായുള്ള മാതാപിതാക്കളോടൊത്തുള്ള ജീവിതമാകുന്ന കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുന്നവരുണ്ടായിരിക്കും. വഴി പിഴച്ചതും കുടുംബദ്രോഹികളുമായ മക്കളോട് എന്നും ക്ഷമിച്ചുകൊണ്ടുള്ള സഹന ജീവിതം എന്ന കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുന്നുണ്ടായിരിക്കാം. അപ്പോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദൈവം കൂടെയുണ്ടെന്ന് സംശയിക്കും. അപ്പൊ ഈ സമയത്തും നമ്മൾ ഈ കുരിശിനോട് ചേർന്ന് നിന്ന് യേശുവിനായിട്ട് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരുന്നവനെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കുരിശിൽ കിടക്കാൻ തയ്യാറുള്ളവനാണ് യഥാർത്ഥ ദൈവപുത്രൻ. അതാണ് ദൈവികത, അതിലാണ് ദൈവികത അടങ്ങിയിരിക്കുന്നത്. കുരിശിൽ വെളിപ്പെട്ട ദൈവസ്നേഹമാണ് കുരിശിലേക്ക് നമ്മെ ആകർഷിക്കുന്നത്. അതായത് കുരിശിൽ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുന്നു, അത് നമ്മെ കുരിശിലേക്ക് ആകർഷിക്കുന്നു. മനുഷ്യനോടുള്ള സ്നേഹമാണ് യേശുവിനെ കുരിശിലേക്ക് ആകർഷിച്ചെങ്കിൽ കുരിശിൽ നമ്മൾ കാണുന്നത് ദൈവസ്നേഹത്തിന്റെ ആഴം. ആ ആഴം നമ്മളെ കുരിശിലേക്ക് ആകർഷിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് യേശുവിന്റെ മരണത്തെ കുറിച്ച് നമ്മൾ കാണുന്നു. ചില പ്രത്യേക സംഭവങ്ങൾ അവിടെ രൂപപ്പെടുത്തുന്നുണ്ട്. അന്ധകാരം, യേശുവിന്റെ വിലാപം, യേശുവിന്റെ 2ാം തവണയുള്ള കരച്ചില്, ദേവാലയത്തിലെ തിരശ്ശീല കയറുന്നത്, ശതാധിപന്റെ ഒരു പ്രഖ്യാപനം, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്നുള്ളത്. 15:34 കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറയുന്ന രേഖപ്പെടുത്തുന്ന ഏക വാക്യമാണത്. യേശുവിന്റെ വാക്കുകൾ അർമായ ഭാഷയിലാണ് രേഖപ്പെടുത്തിയത്. അതായത് ഏലി ഏലി ലമ സബ്ഖ്താനി വാക്ക്. വചനം ഉദ്ധരിച്ചുകൊണ്ടുള്ള അവിടുത്തെ നിലവിളി സാധാരണ മരണവേദനകളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുകയാണ്. ഇവിടെയും യേശു വചനമാണ് ഉദ്ധരിക്കുന്നത്. സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു വാക്കാണ് യേശുവിടെ ഉദ്ധരിക്കുന്നത്. മരണസമയത്ത് 15:34 കാണുന്നു. 9-ാം മണിക്കൂറായപ്പോൾ യേശു നിലവിളിച്ചു, ഏലോ ഏലോ ലാമ സബ്ഖ്താനി, അതായത് എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്. അപ്പോ ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരുന്ന യേശുവിന്റെ വേദന, യേശുവിന്റെ നിലവിളിയും
കുരിശിൽ യേശു അനുഭവിക്കുന്ന ഏറ്റവും തീവ്രമായ വേദന ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടതിന്റെ അതായത് ദൈവത്താൽ വെട്ടിമാറ്റപ്പെട്ടതിന്റെ ഒരു അനുഭവമാണ്. അത് കഴിഞ്ഞ് യേശുവിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയുന്നു. ആദിമസഭയുടെ പ്രഘോഷണത്തിലെ ഒരു പ്രധാന ഘടകമാണ് യേശുവിന്റെ സംസ്കാരം. പൗലോസ്ലീഹ അത് കൊരിന്തോസർക്ക് എഴുതിയ 1 ലേഖനം 15:3-4 അത് പറയുന്നത് യേശുവിന്റെ മരണത്തിനെയും ഉത്ഥാനത്തിനെയും കണ്ണിയാണ് അവിടുത്തെ കബറടക്കം. യേശുവിന്റെ സംസ്കാരം അവിടുന്ന് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന ഒരു സത്യത്തിന് വരയിടാൻ വേണ്ടിയാണ്. 15:47 2 സ്ത്രീകൾ യേശുവിന്റെ മരണത്തിന് സാക്ഷികളായിരുന്നു. അവർ ചെന്ന് യേശു സംസ്കരിച്ച സ്ഥലം കണ്ടു. യേശുവിനെ സംസ്കരിച്ച സ്ഥലം കണ്ടു. പിന്നെ ഞായറാഴ്ച രാവിലെ ഇവരിലൊരാളായ മഗ്ദലന മറിയം സലോമിയുമായി യേശുവിന്റെ കല്ലറയിലേക്ക് യാത്ര ചെയ്തു. അത് അവർക്ക് കല്ലറ മാറിപ്പോയിട്ടില്ലെന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 16:1-8 നമ്മൾ കാണുന്നത് യേശുവിന്റെ മരണത്തെ കുറിച്ചുള്ള ഉയർപ്പിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കാണാനായിട്ട് സാധിക്കും. ശനിയാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയത്തോടെ സാബത്ത് കഴിഞ്ഞ് അങ്ങനെയാണ് തുടങ്ങുന്നത്. നിശ്ചിത ദൂരത്തിൽ കൂടുതൽ അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ല. കച്ചവടമില്ലാത്തതുകൊണ്ട് അന്ന് സുഗന്ധദ്രവ്യങ്ങളും കാണാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് സാബത്ത് കഴിയുന്നവരെ കാത്തിരിക്കേണ്ടി വരും. ഇരുട്ടിക്കൊണ്ടിരുന്നാൽ സ്ത്രീകൾ ഉടനെ തന്നെ അന്ന് കല്ലറയിലേക്ക് പോയില്ല. അതുകൊണ്ടായിരിക്കും അന്ന് സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയം സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിനായിട്ട് സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ടുമായിട്ട് പോയത്. ഗലീലയിലേക്ക് പോകാനുള്ള മാലാഖയുടെ ആഹ്വാനം ഇവിടെ ഒരു പുതിയ തുടക്കമാണ്. കാരണം ഗലീലി കടൽ തീരത്ത് വെച്ചാണ് യേശു ശിഷ്യന്മാരെ വിളിച്ച് ദൗത്യം ഏൽപ്പിച്ചത്. അവര് വിശ്വസ്ത പുലർത്തലിൽ പരാജയപ്പെട്ടു. പിന്നെ ഇവിടെ വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് അവരെ വിളിക്കുകയാണ്. മർക്കോസ് 16:19-20 നമുക്ക് കാണാനായിട്ട് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. യേശുവിന്റെ പ്രവർത്തനം ഭൂമിയിൽ ശിഷ്യരിലൂടെ തുടർന്നുകൊണ്ടു പോകണം. ശിഷ്യന്മാരിലൂടെ സംഭവിക്കുന്ന യേശുവിന്റെ പ്രവർത്തനം തന്നെയാണിത്. അവരിലൂടെ താൻ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അടയാളങ്ങളിലൂടെ അവിടുന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. യേശുവിന്റെ കൽപ്പനയനുസരിച്ച് എല്ലായിടത്തും പോയി വചനം പ്രസംഗിച്ച ശിഷ്യർ എല്ലാ കാലത്തും ശിഷ്യന്മാർക്ക് ഒരു ഉത്തമ മാതൃകയാണ്. അപ്പൊ നമ്മളും എല്ലായിടത്തും പോയിട്ട് വചനം പ്രസംഗിക്കാനായിട്ട് നമ്മളും വിളിക്കപ്പെട്ടവരാണ്. നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ്സോടുകൂടി മർക്കോസിന്റെ സുവിശേഷം അവസാനിക്കുകയാണ്. അപ്പോ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും കുരിശുമരണത്തിനെ പോലെയുള്ള വേദനകളെല്ലാം ഉണ്ടാകുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും, ദൈവമേ ഇത് അങ്ങക്ക് സാധിക്കുമെങ്കിൽ എടുത്തു പോകട്ടെ എന്ന് പറയുന്നതോടൊപ്പം ഞങ്ങളുടെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും യേശുവിന്റെ കുരിശുമരണവും ഉത്ഥാനവും നമുക്ക് മാതൃകയായിട്ട് കുരിശിൽ മരിച്ചുത്തിതനായ ഈശോ നമ്മോടൊപ്പമുണ്ട് എന്ന ആഴമായ വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.